ഒരു കഴയാണ്. ആ കഴ കൊലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അത്രയും താഴ്ന്നടിച്ചാണ്. ഇതിപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 35 ദിവസത്തെ വിളവ് ഈ കൊലയ്ക്കുണ്ട്. ഒരു 35 ദിവസം ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഏകദേശ കൊലയുടെ ഇതാവുന്നത്. അപ്പോൾ ഇതൊരു 30 ദിവസം കൂടെ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിതെല്ലാം ഒരുമാതിരി വെട്ടി മാറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഓണമില്ല, സംക്രാന്തി ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. മുതൽ മുടക്കും കിട്ടത്തില്ല, കൈ നഷ്ടമായി മൊത്തവും. ഇനി വെട്ടിമാറ്റി കളയുന്നതിന് തന്നെ ഒരുപാട് കാശ് തരാം. നമ്മൾ ചിലവാക്കിനൊക്കെ കാശ് തരാം. വെട്ടി ഒഴിക്കെങ്കിലും വെക്കൂ. എല്ലാം അടന്നു പോയി കിടക്കുക, എല്ലാം അടന്നു പോയി കിടക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിപ്പം ചുമ്മാതെ കൊടുക്കാനേ പറ്റൂ. ഇതിപ്പോൾ എടുക്കാനെന്ന് പറയുമ്പം നമുക്കൊരു 90 രൂപ കിട്ടുമെങ്കിൽ ഒരു 25-30 രൂപയ്ക്കായിരിക്കണം ഇത് കൊടുക്കേണ്ടത്. അതും പെട്ടെന്ന് ഇത് കൊടുത്തില്ലെങ്കിൽ ഇതും വെട്ടി മാറ്റാനൊക്കാത്തൊരവസ്ഥയാണ്. ഇതിപ്പോൾ ഇതെല്ലാവർക്കും വന്നിരിക്കുന്ന അതാണ് അവസ്ഥ. കഷ്ടപ്പാടും ജോലിക്കൂലിയും പിന്നെ ജോലിക്കാരെ എടുക്കുന്ന ശമ്പളവും പിന്നെ വളത്തിനൊക്കെ എന്ന് പറയുന്നത് തീ വിലയാണ്. ഇതെല്ലാം ചെയ്താൽ ഇത്രയും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ കാലാവസ്ഥയും കൂടെ അതിജീവിക്കാൻ പറ്റില്ല. പിന്നെ പന്നിശല്യം പറയുകയും വേണ്ട. ഇതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു ഇപ്പം പിന്നെ 5.5 മാസമായ വാഴയാണ്. 5.5 മാസമായ വാഴയുമ്പോഴാണ് ഈ നമുക്ക് കുറ്റല വന്ന് കൂമ്പ് വരുന്നത്. ഇതിനൊക്കെ വിളഞ്ഞ് നമുക്കൊരു 8 കിലോ 7 കിലോയ്ക്ക് മുകളിൽ കാവ് തന്നെ വരും. അപ്പോൾ കറക്റ്റ് ഓണത്തിന്റെ വിളവാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ 60-70 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് കൊല വെട്ടാമായിരുന്നു. 7 ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ 80 രൂപ വില വരുമ്പോൾ ഓണത്തിന് നല്ല മാർക്കറ്റ് കാണും. ആ ഒരു പ്രതീക്ഷയിലാണ് ആൾക്കാരെല്ലാം വയ്ക്കുന്നത്. ഇത് എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതെ പോയി. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഈ കാണുന്ന കാറ്റടിച്ച് ഒടിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് നമ്മുടെ കഷ്ടപ്പാട് ഭയങ്കരമുണ്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ 6 മാസം ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടടിച്ച സമയമല്ലേ. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഇപ്രാവശ്യം എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ 80 രൂപ 95 രൂപ വില കിട്ടുന്നത്. ആ വെള്ളം ഒഴിക്കാനും ഇതിനെ സംരക്ഷിക്കാനും പിന്നെ അതിനിടയ്ക്ക് പന്നിയാണെങ്കിൽ ഇതിനാണെങ്കിൽ 4.5 മാസം കഴിഞ്ഞപ്പം ഇതിനകത്ത് വളമിട്ടതിൻ്റെ പിറ്റേ ദിവസം ഈ മണമുള്ള നമ്മൾ ജൈവവളങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാമെങ്കിൽ പെട്ടെന്ന് പന്നിയിട്ട് 30 വാഴ അന്നേരം തന്നെ നെടുവേ കീറിക്കളഞ്ഞു അന്ന് രാത്രി തന്നെ. അതിനെയൊക്കെ രാത്രി കാലങ്ങളിൽ വന്നിരുന്ന് ഓടിച്ച് വരട്ടിയും ഒക്കെ സംരക്ഷിച്ച് കൊണ്ടുവന്നപ്പോഴാണ് പെട്ടെന്ന് ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. പന്നിയൊക്കെ ആണെങ്കിൽ രാത്രിയിലെങ്കിലും വന്നിരിക്കാം, 1-2 എണ്ണെങ്കിലും കിട്ടും. ഇതും ഇല്ലാത്തൊരവസരം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സഹായിക്കാൻ പറ്റുന്ന മേഖലകളിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ കാർഷിക മേഖലകളിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഏണ്ടൊരു 3000-നടുത്ത് വാഴകൾ ഇവിടെ അപ്പുറം ഇപ്പുറമായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കൊല പോലും ഇതിൽ നിന്ന് വെട്ടാനൊക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ഒക്കെ ഉള്ളതെന്ന് പറയുന്നത് ആവശ്യത്തിന് പന്നി എടുത്തുകൊണ്ട് പോയതിൻ്റെ ബാലൻസ് നിൽക്കുന്നതാണിത്. ഞങ്ങൾ രാത്രിയിലും പകലും ഒക്കെ ഈ പന്നിയുടെ ശല്യം കൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് ഇതുപോലുള്ള കാറ്റാടി കഴകളും ഒക്കെ വെച്ച് ഊന്നൊക്കെ കൊടുത്ത് നിർത്തിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ സർവ്വ കൃഷിയുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ആദായം എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു 10-15 കർഷകർക്ക് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇന്നലെ വരെ ഇങ്ങനൊരു അവസ്ഥ നമുക്ക് ഞങ്ങളുടെ ഈ പുല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടില്ല. ഇത് അവിചാരിതമായിട്ട് വന്നതാണ്. ഇത് ഏതോ ഒരു ചുഴലി പോലെ അടിച്ച് ഒരു സെൻറ്റ് സ്ഥലം പോലും നമ്മൾ വേസ്റ്റ് ഇടാതെ മൊത്തപ്പേരെ കൊണ്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. സംഘടന നമ്മൾ കൂടുതൽ പ്രകടിപ്പിക്കുന്ന കാര്യമില്ല. സംഘടനകൾ കർഷകനെന്ന് പറഞ്ഞാൽ അവന് വിൽപ്പവർ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കാണിക്കാൻ പറ്റത്തില്ല. അവൻ എല്ലാം സഹിച്ചാ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന ഇത്ര സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അടുത്ത സീസൺ ആകുമ്പോൾ ഇതിനെക്കാട്ടി ഊർജ്ജത്തിൽ വീണ്ടും ഇറങ്ങുമല്ലോ. അന്നവരും പന്നിയോ സിംഹമോ ഒന്നും നമുക്ക് നോക്കുന്നില്ല. ഇറങ്ങുക, ചെയ്യുക, കിട്ടുക. അതൊരു ഫൈറ്റിംഗ് ആണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഫൈറ്റാണ്. അതാ കിട്ടുന്ന സമയമുള്ള സന്തോഷം അതിനു മുമ്പ് അനുഭവിക്കുന്ന സങ്കടങ്ങൾ തീരും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട സമയത്ത് സന്തോഷവും അതിന് മുമ്പുള്ള സന്തോഷവും ഇല്ലാതെ പോയി. അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത.